ചങ്ങായിമാർ, ഇന്നലെ നിങ്ങൾ അത്ര ആൾക്കാർ ഈ വാർത്ത കേട്ടെന്ന് എനിക്കറിയില്ല. ഉത്തർപ്രദേശിൽ KFC റെസ്റ്റോറന്റ് പൂട്ടിച്ചു ഹിന്ദുത്വവാദികൾ, തീവ്ര ഹിന്ദുത്വവാദികൾ. കാരണം ഈ ഒരു മാസം ഹിന്ദുക്കളുടെ കാൻവാർ യാത്ര നടക്കുകയാണ്. കാവടി യാത്ര എന്നൊക്കെ അതിന് പറയും. അതായത് ഗംഗാജലം ശേഖരിച്ച ശേഷം അവിടെയുള്ള ശിവന്റെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൂജ നടത്തിയ ശേഷം ആ ഗംഗാജലത്തിന്റെ ബാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള പുരാതനമായ ഒരു ആചാരമാണ്. ഹിന്ദുവിന്റെ പുരാതനമായ ആചാരമാണ്. അത് വർഷങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വർഷം തൊട്ടിട്ട് ആ വഴിയിൽ പോകുന്ന ഒരൊറ്റ ഹോട്ടലില് നോൺ വെജ് പാടില്ല, ഓൺലി വെജ്. അത് മാത്രമല്ല, ആ ഭാഗത്ത് എല്ലാ ഹോട്ടലിലും ഹിന്ദു ജീവനക്കാർ മാത്രമേ പാടുള്ളൂ. ആരും മുസ്ലിങ്ങൾ ആരും പാടില്ല. അവിടെയുള്ള ജോലിക്കാരുടെ പേര് കൃത്യമായി എഴുതി വെക്കുകയും വേണം. അഥവാ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളെ പേര് എഴുതി വെക്കണം. കാരണം ഈ തീർത്ഥയാത്രക്കാർ വന്നിട്ടാകുമ്പോൾ മുസ്ലിമിന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് പോകാൻ വേണ്ടിട്ട്. വാട്ട് എ യോഗിജി ഐഡിയ, വാട്ട് എ നിയമം, വാട്ട് എ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ. വാവ്. പക്ഷെ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞത് ഇന്നലെയാണ്. നമ്മളെ KFC എന്ന വമ്പനൊന്ന് മുട്ടിയപ്പോഴാണ് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തലയിൽ ഉദിച്ചത്. എടാ, ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങ് UP നടക്കുന്നുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇത് തുടങ്ങിയിട്ട് കുറേയായി, വർഷങ്ങളായി. യോഗിജി വന്നതിന് ശേഷം തുടങ്ങുന്നുണ്ട്. ചെറുങ്ങനെ ഇപ്പോഴും എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് കൃത്യമായി യോഗിജി എന്താണോ ചിന്തിച്ചത് ആ അവസ്ഥയിലേക്ക് വന്ന്, അതായത് അവിടെ നിന്ന് ഒരൊറ്റ മുസ്ലിങ്ങളെ കച്ചവടം നടത്താൻ പാടില്ല. അതാണ് യോഗിജിയുടെ ഇന്ത്യ, അതാണ് യോഗിജിയുടെ UP. അതിന്റെ ഭാഗമായി പല കച്ചവട സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിൽ ഈ ഒരേ പ്രശ്നങ്ങളാണ്. ഇടക്കിടക്ക് പോയിട്ട് ഈ ഹിന്ദുത്വവാദികൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കലാണ്. ആ പ്രശ്നത്തിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു കടൽക്കളവൻ, ഒരു ഹിന്ദു നാമധാരി ഒരു കടയിൽ പോയി ചായ കുടിച്ച്, ആ കടയിൽ മൊത്തം ഹിന്ദുക്കളാണ് ജീവനക്കാർ. പക്ഷെ ആ കടയുടെ മുതലാളി മുസ്ലിമാണെന്നും പറഞ്ഞിട്ട് ചായ കുടിച്ചതിന് ശേഷം ജോറം പ്രശ്നം. ആ ഹിന്ദുത്വവാദിന്റെ എല്ലാം നോക്കിട്ടെ, ഈ സ്വഭാവം നോക്കിട്ടെ. ഇതുപോലത്തെ ഹിന്ദുത്വവാദികളല്ലേ കേരളത്തിൽ വളർന്നു വരുന്നത് ചിന്തിക്കുമ്പോഴല്ല പേടിയാകുന്നു. നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. भाई तुम्हारी ड्यूटी 24 घंटे की सही, हमें क्या लेना देना? तुम्हारी ड्यूटी 2 घंटे की सही, हमें क्या लेना देना? ये नागरिक खान की दुकान पे चाय कैसे मिलाई? पहले पता होगा सरकार से क्या लेनी, आपको सब नहीं पता। क्या लेनी मैंने पूछ रहा हूँ। अमरनाथ यात्रा में नहीं पता तुमने बताया कि ये नागरिक खान का होटल है। अगर नहीं मिला पानी नागरिक खान की दुकान पे, ആ കട മുസൽമാന്റെ ആണെന്ന് അതിനുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കൂല. ഇയാൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നു? ഇയാൾ ഇത്രയും മനസ്സിൽ വെറുപ്പും കൊണ്ട് ഏത് ദൈവത്തിനെ കാണാനാ പോന്നു? ഇയാൾ ഏത് ഗംഗാജലം എടുക്കാനാ പോന്നു? ഏത് ഗംഗാജലത്തെ കുളിച്ചാലാന്ന് ഇയാളെ മനസ്സിലുള്ള അഴുക്ക് പോവാ? ഒരിക്കലും പോകൂല. ഇയാൾ ഒരു അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. ആ ചായ കൊടുത്ത ഒരു ഹിന്ദുവാണ്. അത്രയും ബോധമാക്കില്ലാണ്ടായിപ്പോയാ. ഒരു ഹിന്ദുവിന്റെ കയ്യിൽ നിന്ന് ചായ കുടിച്ചിട്ട് അത് എന്ത് ഹോട്ടൽ ആരതും ആയിക്കോട്ടെ, എന്ത് അവസ്ഥ നോക്കിട്ടെ. ഇതാണ് തുടക്കം. പക്ഷെ ഇത് KFCക്ക് കൊണ്ടപ്പോഴാണ് നമ്മളെ കേരളത്തിലെ മാധ്യമം കൊണ്ടത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, ഇതാരെയും മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നല്ല കേട്ടാ. ഇത് ചെയ്യുന്നത് ഒരു ഹിന്ദുവല്ല, ഒരു മുസ്ലിമിനേരെയും ഒരു ഹിന്ദുവും UP എന്നല്ല എവിടെയും ഒന്നും ചെയ്യില്ല. ഈ ചെയ്യുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ, സംഘപരിവാർ വർഗീയവാദികൾ, അവരാണ് ഇത് ചെയ്യുന്നത്. അതെല്ലാം മുസ്ലിങ്ങൾക്കും അറിയാം എന്ന് തന്നെയാണ് എന്റെ ധാരണ. ഇനി ഇവരിത് മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമാണ് ഈ കൻവാർ യാത്രയിൽ പ്രയോഗിക്കുന്നത്? മുസ്ലിങ്ങളെ കടക്ക് നേരെ മാത്രമാണ് ആക്രമണം? എല്ലാ ആരായിരിക്കുന്നു ഊഹിച്ചാട്ടെ? ദളിതൻ, ഒരു ദളിത് സ്ത്രീയുടെ കട വരെ ഇവർ അടിച്ചു പൊളിച്ച്. അത് പിന്നെ KFC അല്ലാത്തതുകൊണ്ട് നമ്മളെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ട ദളിത് സ്ത്രീയുടെ കട, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ സ്ത്രീയുടെ കട വരെ ഇവരെ അടിച്ചു പൊളിച്ച്. ഇതെല്ലാം ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുന്ന ടീമാണ്. ഇവരാരും ഈ കാൻവാ യാത്രയിൽ പോകുന്നില്ല, അങ്ങ് എത്തുന്നില്ല. പകുതി വരെ ഇവർ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിട്ട് നല്ലവരായ ഹിന്ദു ഭക്തരുടെ കൂടെ ഇങ്ങനെ പോയിട്ട് അവരുടെ കൂടെ നിന്നിട്ട് കുഴപ്പമുണ്ടാക്കും. ആ നല്ലവരായ ഹിന്ദു ഭക്തരെ കൂടി ഈ പ്രശ്നത്തിൽ പെടുത്തണം, അവരുടെ പേരിൽ കൂടി കേസ് വരണം. അതാണ് ഇവരുടെ ലക്ഷ്യം. ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കണ്ടു നോക്കി. मंदिर सब तोड़ दिया। दिन रात जागती हूँ मैं, 24 घंटे में मात्र 2 घंटे सोती हूँ मैं। मैंने सब कुछ अपने हाथों से खड़ा किया हुआ है, सब बर्बाद कर दिया। अब जीरो से शुरुआत करनी पड़ी। 3 साल से मेरा काम टूटा हुआ है, मैं फिर भी दिन रात मेहनत कर रही हूँ. അതൊരു ഹിന്ദുവാണ്. ആ പാവം സ്ത്രീയുടെ കണ്ണുനീരിനുണ്ടല്ല, ദൈവത്തിനോട് നീയൊക്കെ കണക്ക് പറയേണ്ട ഒരു നാറികളെ. നീയൊക്കെ അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകുള്ളൂ. നീയെല്ലാം നരകിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകൂ. ഹിന്ദുത്വ തീവ്രവാദികളെ, ആ പാവം ദളിത് സ്ത്രീയെ ഇത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ പാവം പറഞ്ഞിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഊണവും ഉറക്കവും ഇല്ലാണ്ട് ആ കട അതുവരെ ആക്കിയതാണ്. വെജിറ്റേറിയൻ മാത്രം കച്ചവടം നടന്ന കടയത്. വെജിറ്റേറിയൻ ആണേത് നോൺ വെജ് അവർ കൊടുക്കലേ ഇല്ല.
പക്ഷെ ഇവർക്ക് അത് ചൊറിച്ചലാണ്. ഇവർക്ക് ദളിതനെ കണ്ടാലും മുസ്ലിമിനെ കണ്ടാലും ക്രിസ്ത്യാനിനെ കണ്ടാലുള്ള ആ ചൊറിച്ചിലുണ്ടാവും ഹിന്ദുത്വ തീവ്രവാദികളുടെ. അത് പ്രയോഗിക്കാനുള്ള ഒരു മാർഗം, ഒരു യാത്രയായിട്ട് ഈ പുണ്യയാത്ര, ഹിന്ദുക്കളുടെ പുണ്യയാത്രയെ ഈ സംഘപരിവാർ മാറ്റിക്കളഞ്ഞു. ഇനി ഏറ്റവും വലിയ രസം എന്നറിയാം, ഇതിനൊന്നും നമ്മളെ യോഗിജി സമ്മതിക്കുന്നില്ല. യോഗിജി പറഞ്ഞത് ഈ കാൻവാർ യാത്ര വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. സ്ഥിരം തള്ളു, ഒരു കുഴപ്പമില്ല, എല്ലാവരും ശാന്തമായിട്ട് ആ യാത്രയിൽ പോകുന്നതാണ് യോഗിജി പറയുന്നത്. ഹിന്ദു ഭക്തരെല്ലാം ശാന്തമായിട്ടാണ് പോകുന്നത്. പക്ഷെ യോഗിജിന്റെ അനുയായികളുണ്ടല്ലോ, സംഘപരിവാർ തീവ്രവാദികൾ, അവരാരും ശാന്തമായിട്ടല്ല പോകുന്നത്. ഞാനൊരു വീഡിയോ കാണിച്ചില്ല, അതിന്റെ അടിയിൽ നമ്മൾ യോഗിജിന്റെ തള്ളുണ്ട്. ശാന്തമായ യാത്രയാണ്. മുകൾ ഭാഗത്ത് യോഗിജിന്റെ ഈ ശാന്തമായ യാത്ര എങ്ങനെയാ പോകുന്നുള്ളതും കൂടി രണ്ടും നിങ്ങൾ ഒരുമിച്ച് കണ്ടുപോയിക്കോ. उत्तर प्रदेश में तो हम लोगों ने व्यवस्था भी बनाई हुई है कि वे अस्त्र शस्त्र से आप प्रदर्शन नहीं करेंगे। नहीं तो मुहर्रम का हर जुलूस उत्पात का, आगजनी का, तोड़फोड़ का कारण बनता था। बहन बेटियां सड़कों पर नहीं निकल पाती थी, कोई उस समय नहीं बोलता था। लेकिन दूसरी तरफ आपने इस बात को देखा होगा, कावड़ यात्रा चल रही है, समाज का सबसे यानी श्रमिक वर्ग से लेकर के उच्च वर्ग तक हर व्यक्ति इस अभियान के साथ जुड़ा हुआ। एकता का अद्भुत संगम, कोई भेदभाव नहीं, न जाति का भेद है, न क्षेत्र का भेद है, न वर्ग का भेद है, न मत का भेद है, न संप्रदाय का भेद है। हर हर बम बम बोलते हुए जाते हैं, 300-400 किलोमीटर पैदल जाते हैं, फिर वहां से जल लेकर के कावड़ को कंधे में रख करके फिर उसी प्रकार से उसी भक्ति भाव के साथ चलते हैं। യോഗിജിനെ പറയുന്നിട്ടില്ല, ഭക്തിപരമായ യാത്രയാണ്. പക്ഷെ യോഗിജിന്റെ അനുയായികൾ മുകളിൽ കാണിക്കുന്ന ഭക്തികൾ കണ്ടില്ലേ, ഇതാണ്. അതായത് ഈദ്ഗാഹിന്റെ അന്ന് യുപിയിൽ മുസ്ലിങ്ങൾ റോഡ് സൈഡിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല, അത് യാത്രയെ ബാധിക്കും, ആൾക്കാരുടെ യാത്രയെ ബാധിക്കും. നമ്മളെ ഹിന്ദുക്കൾ നടത്തുന്ന ആഘോഷങ്ങൾ കണ്ടില്ലേ, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത യാത്രയാണ് ഹിന്ദുക്കൾ നടത്തുന്ന യോഗിജി പറഞ്ഞിട്ടില്ലേ. ആ ഒരു ദിവസം പാവപ്പെട്ട മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് തടസ്സപ്പെടുത്തി ഈ ചങ്ങായി ഈ ഒരു മാസമായിട്ട് ഈ യാത്രയിൽ ആൾക്കാർക്ക് പോകാൻ കഴിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. ഈ കാൻവാർ യാത്രക്കാർ നടക്കുമ്പം ഇതിന്റെ പിന്നിൽ അവർ പോയി കഴിഞ്ഞില്ല, അവരാണെങ്കിൽ റോഡും നടുക്കൂട്ടേ നടക്കുക, എന്നിട്ട് മൊത്തം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. പക്ഷെ അതൊന്നും യോഗിജി കാണില്ല. മുസ്ലിങ്ങളാണെങ്കിൽ യോഗിജിന്റെ JCB എത്തും. ഇത് യോഗിജിന്റെ അനുയായികളാണ്ട് ഒരൊറ്റ അനക്കില്ല. യോഗിജിന്റെ അനുയായികളാണേ, ഹിന്ദുക്കളല്ല, ഹിന്ദു വിശ്വാസികളല്ല സൈഡിലൂട്ടേ പോകുന്നു. പക്ഷെ യോഗിജിന്റെ അനുയായികൾ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് വാളും എടുത്തിട്ട് ഒരു അമ്പലത്തിലേക്കുള്ള യാത്രയാണ്, ഒരു ഗംഗാജലം എടുത്തിട്ടുള്ള അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ തെറി വിളിക്കുക, വരുന്നവരും പോകുന്നവരും തെറി വിളിക്കുക, ആക്രമിക്കുക. ഇവരെയാണ് ഹിന്ദുക്കളെന്ന് ഈ നമ്മളെ യോഗിജി പറഞ്ഞത്. യോഗിജി നിങ്ങൾക്ക് തെറ്റി, അത് നിങ്ങളെ ആൾക്കാരാ, സംഘപരിവാർ, ഹിന്ദുക്കളെല്ലാവരും. ഇനി UPയിലുള്ള ഹിന്ദുക്കൾ തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഈ താന്തോന്നി തരത്തെ ശരിക്കും ഗുണ്ടായുസവും കഞ്ചാവ് അടിച്ച് നടക്കുന്ന ടീമായി ഇതിന് പിന്നിൽ നിന്ന് കൃത്യമായിട്ട് സംഘപരിവാറിന്റെ വർഗീയവാദികളാണ് കൃത്യമായിട്ട് അവിടെയുള്ള നല്ലവരായ ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കുള്ള ഒരു മലയാള വിവരണം കേൾപ്പിച്ചുതരാം. ഒരു യൂട്യൂബ് ചാനലിന്റെ കേട്ടോ, അല്ലാണ്ട് കേരളത്തിലെ ഒരൊറ്റ മാധ്യമത്തിന്റെ അല്ല. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരൊറ്റ അച്ചറ ഇതിനെതിരെ മിണ്ടിയില്ല. ഒരാൾക്ക് ഇതുവരെ ഈ KFCക്ക് മുട്ട് കൊണ്ടപ്പം ചെറുങ്ങനെ അറിഞ്ഞെന്നുള്ളൂ, എന്നാൽ അവർ UPയിൽ എത്തൂല. പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് ഇതിന്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കേട്ടു നോക്ക്. ഹോട്ടൽ ഉടമ ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്താൻ പാന്റ് അഴിച്ച് പരിശോധിക്കുക. കാർ ഇടിച്ചുവെന്നാരോപിച്ച് ഡ്രൈവറെ മർദ്ദിച്ചവശനാക്കുക. റോഡുകളിലും ഹോട്ടലുകളിൽ കയറിയും ആളുകളെ മർദ്ദിക്കുകയും അവരുടെ പണം മോഷ്ടിക്കുകയും ചെയ്യുക. മുസ്ലിം കച്ചവട സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുക. കാവഡ് യാത്ര പുരോഗമിക്കുന്നത് ഇങ്ങനെ. ഭക്തിയുടെ മറവിൽ ഹിന്ദുത്വ സംരക്ഷണം ഒരുക്കുമെന്ന ധൈര്യത്തിൽ കാവഡ് യാത്രാ സംഘം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്, ഭയം വിതറുകയാണ്. കാവഡ് യാത്ര കടന്നുപോകുന്ന വഴികളിൽ പ്രവർത്തിക്കുന്ന അറവശാലകൾ അടപ്പിക്കുക. യാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിൽ സ്ഥാപനത്തിന്റെ ഉടമയുടെ പേരും മതവും തിരിച്ചറിയാൻ പാകത്തിൽ QR കോഡുകൾ സ്ഥാപിക്കുക തുടങ്ങി എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ UP സർക്കാരിൽ നിന്ന് ഈ സംഘത്തിന് കിട്ടുന്നുണ്ട്. സംഘത്തിലെ ഒരു ഭക്തനെ കാർ ഇടിച്ചുവെന്നാരോപിച്ച് കാർ ഡ്രൈവറെ ഈ സംഘം കൂട്ടമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. സംഘം കാർ തല്ലി തകർക്കുകയും ചെയ്തു. ജൂൺ 28-ന് മുസാഫർ നഗറിലെ പണ്ഡിറ്റ്ജി ദാബയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ഒരു കൂട്ടം ഭക്തർ ഹോട്ടൽ ജീവനക്കാരുടെ മതം പരിശോധിക്കാൻ, അവർ ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്താൻ പാന്റ് അഴിച്ച് പരിശോധിക്കുകയാണ് ചെയ്തത്. ഭക്ഷണത്തിൽ പച്ചമുളക് കണ്ടുവെന്നാരോപിച്ച് ഒരു ഭക്ഷണശാല തല്ലി തകർത്തു. അവിടുത്തെ സാധനങ്ങൾ നശിപ്പിച്ചു. സദനാദേവി എന്ന കടയുടമയുടെ ഹോട്ടൽ ആക്രമികൾ ഹൈന്ദവ നാമത്തിലുള്ള മുസ്ലിം ഹോട്ടലാണെന്ന് പറഞ്ഞ് അടിച്ചു തകർത്തു. ഹോട്ടൽ ജീവനക്കാരന്റെ കാൽ തല്ലിയൊടിച്ചു. ഉത്തരാഖണ്ഡിൽ ഭക്ഷണത്തിൽ ഉള്ളി ചേർത്തു എന്നതായിരുന്നു കുറ്റം. സംഘം കടയുടമയ്ക്ക് പണം നൽകിയില്ല എന്ന് മാത്രമല്ല, ഉടമയുടെ പണം മോഷ്ടിക്കുകയും ചെയ്തു.
അതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് കടയുടമയെ. താജ്മഹൽ എന്ന ഹോട്ടൽ ജീവനക്കാരന് സ്വന്തം രക്ഷയ്ക്കായി കടയുടമയുടെ നിർദ്ദേശപ്രകാരം ഗോപാൽ എന്ന പേര് സ്വീകരിക്കേണ്ടി വന്നു. 3 മാസത്തോളം അയാൾ അതേ പേരിൽ ജോലി ചെയ്യേണ്ടി വന്നു. ഇത് മനസ്സിലാക്കിയാണ് ഹിന്ദുത്വർ ഇയാളുടെ പാന്റ് അടിച്ച് പരിശോധിച്ച് മർദ്ദിച്ചത്. സമാധാനപരമായ യാത്രയെന്ന് ഹിന്ദുത്വർ വ്യാഖ്യാനിക്കുന്ന ഗോദി മാധ്യമങ്ങൾ വെള്ളപൂശുന്ന കാവടി യാത്രയിൽ ഭക്തരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ ഭക്തിയുടെ മറവിൽ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ സാമൂഹ്യ ജീവിതത്തിന് തന്നെ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. 2024 2025 ഇടയിൽ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാവടി യാത്രാ സംഘം അഴിച്ചുവിട്ട നിരവധി അക്രമ സംഭവങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. ചെറിയ തർക്കങ്ങൾ പോലും വലിയ അക്രമങ്ങളാക്കി തീർക്കുന്നു. വാഹനങ്ങൾ തടഞ്ഞു നിർത്താനും തല്ലി തകർക്കാനും അധികാരമുണ്ടെന്ന തരത്തിലുള്ള ഇവരുടെ പെരുമാറ്റത്തിന് സർക്കാർ തന്നെ കുടപിടിക്കുന്നുമുണ്ട്. മുസ്ലിങ്ങൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുകയും അവരുടെ കച്ചവട സ്ഥാപനങ്ങളെ അടിച്ചു തകർക്കുകയും ചെയ്തുകൊണ്ട് കാവടി യാത്ര കടന്നു പോകുമ്പോൾ ഭരണകൂടത്തിന് നാവില്ല. ഒരൊറ്റ പോലീസുകാർ ഇതിനെ എതിർക്കാൻ നിൽക്കുന്നില്ല കേട്ടാ. പോലീസുകാർ അടക്കം ഇവരുടെ കൂടെ ഉള്ളത്. ഞാനൊരു കാര്യം കൂടി പറയാം. ഇത് കേരളത്തിലെ സംഘപരിവാർ ഏത് ലെവലിലാണ് കാണുന്നറിയാം. ഇത് ഇവരെ ഇതേ യാത്രയെ ശബരിമല യാത്രയുമായിട്ടാണ് ഭൂമിക്കാൻ നോക്കുന്നുണ്ടാവുക. കുറച്ചു കാലം കഴിഞ്ഞാൽ സംഘപരിവാർ കേരളത്തിൽ വേരുറപ്പിക്കുന്നുണ്ടെങ്കിൽ ശബരിമല യാത്രയിലും ഇതേ പരിപാടി കൊണ്ടുവരും. അതായത് കാസർഗോഡ് നിന്ന് ശബരിമല, തിരുവനന്തപുരത്ത് നിന്ന് ശബരിമല ഈ യാത്രയിൽ, അതായത് കേരളം മൊത്തം ഇവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാമുള്ള മുസ്ലിം കടകൾ പൂട്ടിക്കാൻ നോക്കും. അതായത് കേരളത്തിലെ മുസ്ലിങ്ങളെ കടകൾ മൊത്തം പൂട്ടിക്കേണ്ട ലക്ഷ്യം. അതാണ് ഇവരുടെ പരിപാടി. അതെന്തായാലും സംഘങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കേരളത്തിൽ നിങ്ങളെ വർഗീയ പരിപാടി ഹിന്ദുക്കൾ തന്നെ തടുക്കും. ആ ബോധത്തോടു കൂടി തന്നെ സംഘപരിവാറിനോട് പറയാണ്, കേരളത്തിൽ നിങ്ങൾ ഈ ഒരു അജണ്ടയുമായി വന്നു കഴിഞ്ഞാൽ കേരളം നിങ്ങളുടെ ആ വർഗീയതയെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് കൃത്യമായി പറയുകയാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും പറയാണ്, ഈ ആക്രമണങ്ങൾ ഉണ്ടാക്കിയത് മൊത്തം സംഘപരിവാറിന്റെ വർഗീയവാദികളാണ്, ഹിന്ദുത്വ വർഗീയവാദികൾ. അതിലൊരൊറ്റ ഹിന്ദു ഇല്ല. ഞാനടങ്ങുന്ന ഒരു ഹിന്ദുവും അതിന് കൂട്ടുനിൽക്കുകയുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.